വിസ്ഡം ഓർഗനൈസേഷൻ്റെ ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ എന്താണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിച്ചു എന്നത് വസ്തുതാപരമായി ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ കാര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ വളരെ കൃത്യമായി വ്യക്തത പുലർത്തിക്കൊണ്ട് ഫൈസൽ മുസ്ലിയാർ, അതുപോലെ തന്നെ മാലിക് സലഫി, കാര മൂസ മൗലവി ഇവരുടെ അടുക്കൽ വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിനും തിരുചര്യക്കും എതിരായിട്ടുള്ള കാര്യങ്ങൾ സവിസ്തരം നമ്മൾ പ്രതിപാദിച്ചിരുന്നു. പ്രത്യേകിച്ചും വിസ്ഡത്തിൻ്റെ സാധാരണക്കാരായ സഹോദരന്മാർ അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നത് ഫൈസൽ മുസ്ലിയാരെ കുറിച്ചായിരുന്നു. ഫൈസൽ മുസ്ലിയാർ യഥാർത്ഥത്തിൽ ഷിർക്കിലേക്കും കുഫറിലേക്കുമാണ് സമൂഹത്തെ നയിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വളരെയധികം ത്യാഗം സഹിച്ചിരുന്ന മഹാരഥന്മാരായ ആളുകളുടെ മക്കൾ പോലും ഫൈസൽ മുസ്ലിയാരുടെ കെണിയിൽ അകപ്പെടുകയും ഷിർക്കിന് ഫലമുണ്ട് എന്ന അന്ധവിശ്വാസത്തിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. ക്കുള്ളിൽ അകപ്പെട്ട് മുങ്ങിപ്പോകുന്നത് നേർക്കുനേരെ കണ്ട പിതാവ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ച ചോദ്യം എന്താ? എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയതല്ലേ, നിന്റെ വാഗ്ദാനം സത്യമല്ലേ? എന്നിട്ട് എന്താ ചോദ്യം? ഇന്നബിനി മിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ എന്നായിരുന്നു ചോദ്യം. സ്വന്തം മകനെക്കുറിച്ചാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചത്, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ? എന്തായിരുന്നു മറുപടി? ഇന്നഹു ലൈസ മിൻ അഹ്ലിക എന്നായിരുന്നു. അവൻ നിന്റെ കുടുംബക്കാരനല്ല, നിന്റെ മകൻ നിന്റെ കുടുംബക്കാരനല്ല. എന്തേ കാരണം? ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, സ്വാലിഹല്ലാത്ത പ്രവർത്തനം നടത്തിയവനാണ് അവൻ എന്ന. എന്തായിരുന്നു? ഷിർക്കിലും കുഫറിലും അകപ്പെട്ടവനാണ് നിന്റെ മകൻ, അതുകൊണ്ട് അവൻ നിന്റെ കുടുംബക്കാരനല്ല എന്ന് 950 വർഷത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ എന്ന് പ്രഖ്യാപിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹ് തിരുത്തുകയാണ്. അപ്പോൾ നോക്ക് ഷിർക്കിൻ്റെ ഗൗരവം എത്രയാണ്. അപ്പോൾ ഈ ഷിർക്കിലേക്കും ഈ കുഫറിലേക്കും സമൂഹത്തെ ക്ഷണിക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. വിസ്ഡം ടീമിൻ്റെ വാദമായി പറയുന്നത് എന്തെന്നാണ്? ഷിർക്കിന് നഫ്ഉണ്ട്, ഫലമുണ്ട്, അസറുണ്ട്. അതാണ് വിസ്ഡമിൻ്റെ വാദം എന്ന് വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കും നിങ്ങൾ. അടുത്തതായിക്കൊണ്ട് വിസ്ഡത്തിന്റെ വാദമായി നമ്മൾ പറഞ്ഞിരുന്നത് ഷിർക്കിന് ഫലമുണ്ട്, അഥവാ നഫ്ഉം അസറും ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവരുടെ വാദം ഷിർക്കിന് ഫലമില്ല എന്നതാണ്. അപ്പോൾ ഈ വിസ്ഡം ടീം വന്നിട്ട് മുസ്ലിം സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഇപ്പോൾ ഇത്. എന്ത്? ഷിർക്കിന് ഫലമുണ്ട് എന്ന്. ഖുർആൻ എന്തു പറഞ്ഞു ഷിർക്കിനെ കുറിച്ച്? സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്ത് എടുത്ത് നോക്ക് നിങ്ങൾ. ഫലം ഉണ്ട് എന്നാണോ ഫലമില്ല എന്നാണോ എന്ന് പറഞ്ഞു? എന്താ പറഞ്ഞത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ അമലൊക്കെ പൊളിഞ്ഞു പോകും, അങ്ങനെ നഷ്ടകാരികളിൽ നീ പെട്ടുപോകും, നരകാവകാശിയായി തീരും എന്നാണ് ഖുർആൻ എന്ത് ചെയ്തിട്ടുള്ളത്? ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. സൂറത്തു മായിദയിലെ 72-ാമത്തെ വചനം എടുത്തു നോക്ക് നിങ്ങൾ. അവിടെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, ആ പങ്കു ചേർക്കുന്നവൻ്റെ അവസ്ഥ എന്താ?
അള്ളാഹു അല്ലാത്തവരെ അവൻ ആരാധിക്കുന്നതിലൂടെ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഷിർക്ക് ചെയ്യുന്നവൻ പരലോകത്തിലെത്തുമ്പം അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞ് എല്ലാം തകർന്നു തരിപ്പണമായി അവസാനം അവൻ നരകാവകാശിയായി തീരേണ്ടി വരും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ വിഷ്ഡം സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇതിന് ഫലമുണ്ട്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തെടുത്ത് നോക്ക് നിങ്ങൾ. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യളുറുഹും വലാ യൻഫഉഹും. എന്നിട്ട് അവർ വാദിക്കും വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. പടച്ചവന് പുറമെ അവർ സൂറത്ത് യൂനുസിലെ തന്നെ 106-ാമത്തെ ആയത്തെടുത്ത് നോക്ക് നിങ്ങൾ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നീ ആരെയും വിളിച്ചു തേടരുത്. മാ ലാ യൻഫഉക വലാ യളുറുക, നിനക്ക് ഉപകാരം ചെയ്യാത്തവരെ, നിനക്ക് ഉപദ്രവം വരുത്തി വെക്കാത്തവരെ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ ഫഇൻ ഫഅൽത ഫഇന്നക ഇദൽ മിനൽ ളാലിമീൻ, നീ ലാലിമായി തീരുന്നു. അപ്പം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആള് അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ജിന്നുകളെയോ മലക്കുകളെയോ ശൈത്താന്മാരെയോ ഒക്കെ വിളിച്ചു തേടുന്ന ആൾക്ക് അവരാരും എന്ത് ചെയ്യൂല? ഉപകാരവും ചെയ്യൂല, അപകാരവും ചെയ്യൂല, ഒരു നഫും കിട്ടൂല, ഒരസറും ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. സൂറത്ത് ഫുർഖാനിലെ 55-ാമത്തെ ആയത്തെടുത്ത് നോക്ക് നിങ്ങൾ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉഹും വലാ യളുറുഹും വകാനൽ കാഫിറു അലാ റബ്ബിഹി ലഹീറ. അള്ളാഹുവിന് പുറമെ അവർ പലരെയും ആരാധിച്ചു. എന്താണ് ആ ആരാധ്യന്മാരുടെ പ്രത്യേകത? മാ ലാ യൻഫഉഹും, അവർക്ക് ഉപകാരം ചെയ്യാത്തവരെ, വലാ യളുറുഹും, അവർക്ക് ഉപദ്രവം വരുത്തി വെക്കാത്തവരെ. എന്ന് വെച്ചാൽ ജിന്നുകളെയോ മലക്കുകളെയോ മറ്റുള്ള ശക്തികളെയോ വ്യക്തികളെയോ അവർ ആരാധിച്ചാൽ അതിലൂടെ ഉപകാരമോ അല്ലെങ്കിൽ ഉപദ്രവമോ നേടിയെടുക്കാൻ അവർക്ക് എന്തല്ല? സാധ്യല്ല. ഷിർക്കിനെന്തില്ല? ഫലമില്ല. ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? സമൂഹത്തെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തുകൾക്ക് മുഴുവൻ വിരുദ്ധമായി പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ആണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഷിർക്കിന് ഫലമുണ്ട് എന്ന ഷിർക്കൻ വിശ്വാസം സമൂഹത്തെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ് തടിയപ്പാതഞ്ഞ് കാരമൂസ വരുമെന്ന് അറിയില്ല. ഫൈസൽ മുസ്ലിയാരെ കാണുന്നില്ല. മാലിക് സലഫി കഴിഞ്ഞ പരിപാടിയോടുകൂടി മൂപ്പരും എന്ത് ചെയ്തിട്ടുണ്ട്? മുങ്ങിയിട്ടുണ്ട്. എവിടെയാണെന്ന് കാണുന്നില്ല. ഇനി മൂസ മൗലവി മുങ്ങുമെന്നുള്ളത് അറിയില്ല. അതമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് നിർത്തും, നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നില്ല. അതല്ല, ഈ വാദം തന്നെയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രമാണം ഉദ്ധരിക്കണം, തെളിവുദ്ധരിക്കണം. തിരുചര്യയിൽ നിന്ന് എന്ത് ചെയ്യണം? തെളിവുദ്ധരിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ കളവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മൾ നേരത്തെ കൃത്യമായിട്ട് ചോദിച്ചു, ഷിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബദരീങ്ങളെ കാക്കണേ, ഒരാൾ വിളിച്ചു തേടി, അതിനുത്തരം കിട്ടുക, അതാണ് അതിൻ്റെ ഫലം. ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അതിൻ്റെ ഉത്തരം കിട്ടണം, അതാണ് അതിൻ്റെ ഫലം, ഷിർക്കിൻ്റെ ഫലം. അതല്ലാതെ അവിടുന്ന് ഒരു കിലോ ചക്കരട്ടായി കൊടുത്തു വേറൊരുത്തം വന്ന് കണ്ട്, അത് ഷിർക്കിൻ്റെ ഫലമല്ലല്ലോ. അപ്പോൾ അതിനാണ് മറുപടി പറയേണ്ടത്. മമ്പുറം തങ്ങളെ രോഗം മാറ്റിത്തരണേ, അതിനുത്തരം കിട്ടുമോ? ഷിർക്കിന് ഫലമുണ്ടോ? CM വലിയുള്ള കുഞ്ഞിനെ തരണേ, പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ജിന്നെ സ്വർഗം തരണേ, മലക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാണ്. ആ ഷിർക്കിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. ഇത് എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഖുർആനിൽ എവിടെയാണ്? പറഞ്ഞു തന്നാൽ മതി. സുന്നത്തിൽ എവിടെയാണുള്ളത്? പറഞ്ഞു തന്നാൽ മതി. ഇനി അല്ല, ഇല്ല, അങ്ങനല്ല, അബദ്ധം വന്നതാണ് എങ്കിൽ അത് പറയും നിങ്ങൾ. അത് ഞങ്ങളെടുത്ത് അബദ്ധം വന്നതാണെന്ന് പറഞ്ഞാൽ തീർന്നു. ഫൈസൽ മുസ്ലിയാർ ഇപ്പോഴും സമൂഹത്തെ പഠിപ്പിക്കുന്ന എന്താ? മൂപ്പരുടെ അടുത്ത സംഭാവന അത് 100% എന്താണ്? ശരിയാണ്. അഥവാ ഞാൻ കേൾക്കുന്ന ശബ്ദം ജിന്നിൻ്റേതാണ്,
ആ ജിന്നി എന്നെ സഹായിക്കുമെന്ന് നിലച്ച് ജിന്നെ എന്നെ സഹായിക്കണേ, ഒരു വെളിച്ചം നൽകണമേ എന്ന് ഒരാൾ സഹായം തേടിയാൽ അതെന്തല്ലത്രേ? ഷിർക്കല്ല, അത് അഭൗതികമായ തേട്ടമല്ല, അത് 100% ഇസ്ലാമികമാണ് എന്നാണ് ഫൈസൽ മുസ്ലിയാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. കേട്ടു നോക്കൂ. ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. ആദ്യം സമൂഹത്തെ പഠിപ്പിച്ച എന്താ? ഷിർക്കിന് ഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു. ഫൈസൽ മുസ്ലിയാരുടെ സംഭാവനകളാണ്. ഇപ്പൊ പഠിപ്പിക്കുന്നത് എന്താണ്? ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ല എന്നത് 100% ശരിയാണ്, അതിൽ അഭൗതിക തേട്ടമില്ല. സൂറത്തു ജിന്നിലെ 6-ാമത്തെ വചനം ആവർത്തിച്ചു നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ ഖണ്ഡനം എന്ന് പറഞ്ഞ് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം മുണ്ടിയിട്ടില്ല. അത് ഷിർക്കല്ല, അതിൽ അഭൗതികമായ തേട്ടമില്ല, ഇസ്ലാമിക വിരുദ്ധമായിട്ടൊന്നുമില്ല, അത് 100% ശരിയാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ വിഷ്ഡത്തിന്റെ പേരിൽ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് ബഹുമാന്യരായ വിഷ്ഡത്തിന്റെ സഹോദരന്മാരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിന് എന്താണ് തെളിവ്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് പറയണം, പ്രവാചക ചര്യയിൽ നിന്ന് തെളിവ് പറയണം. ജിന്നിനോട് തേടിയാൽ അത് ഷിർക്കല്ല, അത് അഭൗതികമായ തേട്ടമല്ല എന്നത് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കണം. ഏതാണ് നിങ്ങൾക്ക് പ്രമാണമായി ധരിക്കാനുള്ള ആയത്ത്? ഏതാണ് പ്രമാണമായി ധരിക്കാനുള്ള സുന്നത്ത്? അപ്പോൾ ഫൈസൽ മുസ്ലിയാരെ തിരിച്ചറിയുക. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഈ മറുപടി ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. വിജനപ്രദേശത്ത് പോയിട്ട് അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം ഒരു പടപ്പിനെ വിളിക്കാനും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അലിമദനി, ഞങ്ങൾ തൗഹീദിൽ ഉറച്ചവരാണ്. അതുകൊണ്ട് ഈ നുണക്കുള്ള ഉത്തരം എന്താ? ഞങ്ങൾ അങ്ങനത്തെ വാദമല്ല. ഞങ്ങൾക്ക് ഇല്ലാത്തൊരു വാദം നിങ്ങൾ ഉരുട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് വലിയ ചോദ്യമാക്കിയിട്ട് ചോദിക്കുക. അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞ കളവ്, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തില്ല, അത് ശിർക്കല്ല എന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഉയർത്തപ്പെട്ട ഒരു സംവിധാനമോ പ്രസ്ഥാനമോ ഒന്നുമല്ല ഞങ്ങള്. കേട്ടല്ലോ, ഇതാണോ അതിന്റെ മറുപടി? അപ്പൊ മറുപടി പറയാനെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന എന്തിനാ? അപ്പൊ നിങ്ങൾ ഉരുട്ടി, ഞാൻ മുറയിരുന്ന് ഉരുട്ടിക്കൊണ്ടൊന്നുള്ളത്. ഇത് 2007 നിങ്ങളുടെ താത്വികാചാര്യൻ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ അൽ ഇസ്ലാഹിൽ എഴുതിയതാണ്. നിങ്ങളുടെ അടുക്കൽ ആ അൽ ഇസ്ലാഹ് ഉണ്ട്, അത് നിങ്ങൾ ഉയർത്തിപ്പിടിക്കണമുണ്ട്. മാത്രമല്ല അതിനെ 100% ശരി എന്ന് ഇപ്പോഴത്തെ നിങ്ങളുടെ താത്വികാചാര്യൻ ഫൈസൽ മുസ്ലിയാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അതിനെ 100% ശരി എന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫൈസൽ മുസ്ലിയാരും പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവി നിങ്ങളെ കൂട്ടത്തു നിന്ന് പുറത്തുപോയോ? അത് തീർത്തു പറയും, ഞങ്ങൾക്ക് ആ വാദമില്ല. ശരി, അത് ഫൈസലിൻ്റെയും ജബ്ബാർ മൗലവിൻ്റെയും വാദമാണെന്ന് പറഞ്ഞാൽ എന്നാലും നമുക്ക് ആ ഭാഗം എന്ത് ചെയ്യാം? ശരി, അവസാനിപ്പിക്കാം. പിന്നെ ഞങ്ങൾ ഫൈസലോ ഫൈസലായിട്ട് ആയിക്കോളാം. നിങ്ങളെ വിസ്ഡമിനെ നമ്മൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുവരുന്നില്ല. അപ്പൊ അത് കൃത്യമായി വ്യക്തമാക്കണം. അപ്പൊ കഴിയാത്ത മലക്കാകട്ടെ ജിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല, സഹായതട്ടം പാടില്ല. പ്രാർത്ഥനയുള്ള സഹായം തേട്ടം പാടില്ല, പ്രാർത്ഥനയില്ലാത്ത സഹായം തേട്ടം പാടില്ല. ഭൗതികമായതും പാടില്ല, അഭൗതികമായതും പാടില്ല. അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല. സ്വരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ, മുഹ്യദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശം. അപ്പൊ ഈ ടി.കെ. അഷ്റഫ് പറഞ്ഞതാണോ നിങ്ങളുടെ ആദർശം? അങ്ങനെ പറയുന്നാൽ ഇസ്ലാഹിൽ എഴുതിയത് ഫൈസൽ മുസ്ലിയാർ ന്യായീകരിച്ചത് ഞങ്ങളുടെ ആദർശമല്ല, ഇത് ഞങ്ങൾ ഉരുട്ടിക്കൊണ്ടുവന്നതല്ല. ഇതിൻ്റെ ഒക്കെ മുകളിലിരിക്കണ പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനില്ലേ, ബഹുമാന്യനായ
പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരില്ലേ, ഇവർക്കൊന്നും തീരെ അന്തല്ലേ ഈ ടീമിനെങ്ങനെ അഴിച്ചുവിടുന്നതിന്? പരപ്പനങ്ങാടിയിൽ നമ്മൾ ഇത് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പം ഫൈസൽ മെല്ലെ കളം മാറി ചവിട്ടുക. എമ്പാടും കിട്ടി. 5-6 പ്രോഗ്രാമിലൂടെ ഫൈസലിന് പള്ളർച്ചിട്ടിപ്പം അവസാനത്തെ പ്രോഗ്രാമിൽ ഫൈസൽ ഇല്ല. 2 പ്രോഗ്രാമിൽ മെല്ലെ മുങ്ങിയിട്ട് പറഞ്ഞ എന്താണ്, ജബ്ബാർ മൗലവി ആയി എഴുതിയതൊക്കെ എന്താണ്, അത് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല സാധനമാണ്, അത് അസുഖം വേറെയാണ്. ജബ്ബാർ മൗലവി എഴുതി അതിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മനസ്സിന്റെ ആ തോന്നൽ നിങ്ങളുടെ തൗഹീദിൽ നിന്ന് നിങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു. 100% ശരിയാണെന്ന് പറഞ്ഞ ഫൈസലിന്റെ പ്രസംഗം കേട്ടോളി. നമ്മളെ ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവെന്ന് വിചാരിക്കുക. എന്തേ മലക്കാവെന്ന് വിചാരിക്കാത്തത്? എന്തേ ഇത് പക്ഷിയാവെന്ന് വിചാരിക്കാത്തത്? എന്തേ മൃഗമാവെന്ന് വിചാരിക്കാത്തത്? അതെന്തേ എനിക്ക് തോന്നണമെന്ന് വിചാരിക്കാത്തത്? എന്തേ ഞാൻ കാണാത്തൊരു മനുഷ്യനപ്പുറത്തുണ്ടാവും വിചാരിക്കാത്തത്? അവിടെ വേറെ ചില അസുഖങ്ങളാണ്. അത് വേറെ ചില അസുഖങ്ങൾ. ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിക്കുന്നു വിചാരിച്ചു എന്ന് പറയാൻ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നാവെന്ന് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പാടുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് പോകും. നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിന്റെ തോന്നൽ തന്നെ കാരണമായി മാറും. ഇതന്നെയല്ലേ നമ്മളും പറഞ്ഞത്. ആ തോന്നൽ തന്നെ നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമായി തീരും. ഈ പരിപാടി മക്കാ മുശ്രിക്കുകൾ നടത്തിയിരുന്നതാ. ഇത് നമ്മൾ പറഞ്ഞപ്പോ ഹദീസ് നിഷേധികളോ അല്ലേ, ഇവരാരും മുജാഹിദല്ല, ഞങ്ങൾ മാത്രാണ് മുജാഹിദ് അറിഞ്ഞ് മാലിക്കും കാരമൂസിയും ഫൈസലും നാട് നീളെ നടക്കുകയാണ്. അപ്പൊ ഈ ഫൈസലിന്റെ ഈ നിറം മാറ്റം ഇഷ്ടത്തിന്റെ സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ചിലപ്പോ മൂപ്പരെ തടി സലാമത്താക്കും. നല്ല കൗമഹു സ്വയം പഴിച്ചെടുത്തുന്ന മൂപ്പര് ചിലപ്പം പോകും. പക്ഷെ നിങ്ങള് വലിയ മഹാനാണ് എന്ന് വിചാരിച്ച് പിന്നാലെ പോയാൽ കുടുങ്ങും, പരലോകം നഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പരലോകം നഷ്ടപ്പെടും. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരെ കൃത്യമായി നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. ഇസ്ലാമിന്റെ ആശയങ്ങളിലേക്കോ ആദർശങ്ങളിലേക്കോ അല്ല ഇയാൾ ആത്യന്തികമായി സമൂഹത്തെ ക്ഷണിക്കുന്നത്, മറിച്ച് കടുത്ത ശിർക്കിലേക്കും കുഫറിലേക്കുമാണ്. അപ്പൊ അത് പിടിക്കപ്പെട്ടപ്പം ചെറുതായിട്ടൊന്നും എന്ത് ചെയ്തു, മയപ്പെടുത്തി. ജിന്നുകളുമായിട്ടുള്ള ഇടപാടുകൾ അല്ലേ, ഇവരെന്തൊക്കെയാണ് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്? രാത്രിയിൽ വന്നിട്ട് എന്ത് ചെയ്യും, മൊട്ടടിച്ചും സുന്നത്ത് കഴിക്കും, ഓപ്പറേഷൻ നടത്തും, രൂപം മാറി വരും, ഗർഭം അലസിപ്പിക്കും, കല്യാണം മുടക്കും, ഇങ്ങനാണ്ട് പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനത്തെ ഒരു ഏർപ്പാടും ജിന്നുമായി നടത്താൻ മനുഷ്യർക്ക് കഴിയില്ല എന്നാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. ഇത് ഞങ്ങൾ കൃത്യമായി 4ാമത്തെ ക്ലിപ്പായിട്ട് കേൾപ്പിച്ചിരുന്നു. അതിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തും മൂസ മൗലവി മൗലാന തൊട്ടിട്ടേയില്ല, അത് അലിമദനി കളവ് പറഞ്ഞതാണ് എന്ന് തടി തപ്പാണ് ചെയ്തത്. കേട്ടോളൂ. ഒന്നുകൂടി മയപ്പെടുത്തിയിട്ട് എന്താ പറഞ്ഞറിയോ, ജിന്നുകളേറ്റ് ഇടപഴകാനുള്ള ഒരു മാർഗവും എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ മുമ്പിലില്ലാന്ന്. ആദ്യം എന്താ പറഞ്ഞിനെ, ശബ്ദം കേട്ടപ്പോ ജിന്നാണെന്ന് വിചാരിച്ച് വെളിച്ചം തരാമോ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ അതെന്തല്ല, ഷിർക്കല്ല, അബൗദിക തേട്ടമില്ല. ജബ്ബാർ മൗലവി പറഞ്ഞു 100% പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ എളുപ്പം പരപ്പനങ്ങാടിയിലെ നമ്മളുടെ ഖണ്ഡനത്തിന്റെ ഭാഗമായി അണികളിൽ നിന്ന് സമ്മർദ്ദം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി പറഞ്ഞു, ഒന്നുകൂടി മയപ്പെടുത്തി. എന്താ പറഞ്ഞ അറിയോ, ഇത് സാക്ഷാൽ ഫൈസൽ തന്നെയാണോ പ്രസംഗിക്കുന്നത്? അല്ലാഹു അലം. ഒന്ന് കേട്ടോക്കി. ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപഴകാൻ ഒരവസരവും ഇല്ല, അത് എവിടെയുമില്ല. ജീവിതത്തിൽ ഒരു രംഗത്തും ജിന്നുകളുമായി ഇടപഴകാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിലക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും ഒരു ചാൻസ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. കേട്ടില്ലേ? ഇനി എന്താണ് വിശുദ്ധങ്കാരെ, എന്തിനാ ഇയാളെയും കൊണ്ടു നടക്കണേ? ഇയാൾ പറഞ്ഞത് വിശ്വസിച്ച് ഇയാളെ പിന്നാലെ കൂടേണ്ടോ?
വേഗം പിരിച്ചുട്ടാളി, എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നോളൂ. ഇനി അഞ്ചാമത് ഫൈസൽ മുസ്ലിയാർ ഷിർക്കിലേക്കും കുഫറിലേക്കുമാണ് നയിക്കുന്നത് എന്നതിന് നമ്മൾ കൃത്യമായി അവസാനം ഫൈസൽ മുസ്ലിയാരെ കുറിച്ച് കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യം എന്താ പറയുക നിങ്ങൾ? അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് പക്കാ ഷിർക്കൻ വാദം. എന്താ പറഞ്ഞത്? അള്ളാഹുവിൽ പങ്കു ചേർത്ത് അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച് റബ്ബ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളും ഉണ്ടാവുന്നു. ഇതിലും വലിയ ശിർക്ക് എന്താ എന്ന് വെച്ചാൽ പച്ചയായിട്ടാണ് പറഞ്ഞത്. നമ്മൾ മമ്പുറത്തെ തങ്ങളെ എടുക്കുക, മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ എന്നൊരാളാണ് വിളിച്ചു തേടിയാൽ ആ പ്രാർത്ഥനക്ക് അള്ള ഉത്തരം കൊടുക്കുന്നു. ഇത് ഞങ്ങൾ കളവാണോ പറഞ്ഞത്? കേട്ടോളൂ. ലാത്തെ ഉസ്സ മനാത്തെ എന്നൊക്കെ വിളിച്ചാൽ അള്ള ഉത്തരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര ഗുരുതരമാണ് ഈ വാദം. സൂറത്തു ബഖറയിലെ 186 ആയത്ത് നമുക്കൊക്കെ അറിയില്ലേ? എന്താ അവിടെ ഖുർആൻ പറഞ്ഞത്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വൈദാ സഅലക, പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ, അന്നീ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഫൈനി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അവരുടെ കണ്ണിന്റെ കട്ടുനോട്ടം ഞാൻ അറിയും, അവരുടെ കൽബിൽ മറച്ചു വച്ചത് ഞാൻ അറിയും. അല്ലേ? പോരാ, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ ഞാൻ അവനോട് അടുത്തവനാണ്. അപ്പൊ അവനെ നിരീക്ഷിച്ച് അവനെ കണ്ട് കേട്ട് ഞാൻ അവന്റെ സമീപത്തുണ്ട്. നീ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഫൈനി ഖരീബ്. എന്നിട്ട് എന്താ അള്ള പറഞ്ഞത്? ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത്തദ്ദാഇ, ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. ബഹുമാന്യരായ വിസ്ഡത്തിന്റെ സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്. നിങ്ങളെ പണ്ഡിതൻ, നിങ്ങളെ നേതാവ്, ഇപ്പോഴത്തെ നിങ്ങളുടെ താത്വികാചാര്യൻ എന്താ പറഞ്ഞത്? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ള ഉത്തരം കൊടുക്കും. അള്ള പറയുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ള ഉത്തരം നൽകും. ഏതാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങളെ പണ്ഡിതൻ പറഞ്ഞത് സ്വീകരിക്കണോ, അതല്ല അള്ള പറഞ്ഞത് സ്വീകരിക്കണോ? ഞങ്ങൾ മുജാഹിദുകൾ, ബഹുമാന്യരായ വിഷ്ണുത്തിന്റെ സഹോദരന്മാരെ, നിങ്ങളോട് പറയുന്നു അള്ള പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. കേട്ടോക്കൂ നിങ്ങൾ ആ പ്രസംഗം ഒന്ന്. അപ്പൊ അള്ളാവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ള ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഇനി ഇതിലപ്പുറം എന്താ വഴികേട് വേണ്ടത്? അപ്പൊ ഫൈസൽ മുസ്ലിയാരെയാണ് നമ്മൾ കുറച്ച് തുറന്നു കാണിച്ചത്. വിഷ്ണു സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. ഇസ്ലാമിക വിരുദ്ധമായ, ഖുർആനിക വിരുദ്ധമായ ആശയങ്ങളിലേക്കും ആദർശങ്ങളിലേക്കുമാണ് ഇദ്ദേഹം നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കെണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫൈസൽ ആരാണ് എന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ തന്നെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ ചെയ്ത സേവനം എന്താ? അല്ലെ, MCCന്റെ പേരക്കുട്ടിയാണ് എന്നാ ഷിർക്കിന് ഫലമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത്? സ്ക്രീനിലിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇയാളുടെ സേവനം എന്താ? ഫൈസലിന്റെ സേവനം ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഊർജം നൽകി, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബോധവൽക്കരിച്ച് തൗഹീദ് എന്ന ആദർശം പഠിപ്പിച്ച MCC സഹോദരന്മാരുടെ രണ്ടാമത്തെ തലമുറയെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഇയാൾക്ക് സാധിച്ചു. അങ്ങനല്ലേ? മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോഴേക്കും സാമിർ എടുത്ത പണിയാണ് ഇപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ആരാ ഫൈസൽ എന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് മൂസ ഇവിടെ വന്ന് കണ്ട് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ അറിയോ? ഒരു മൺതരി വലിപ്പത്തിലുള്ള ഷിർക്കോ കുഫുറോ അന്ധവിശ്വാസമോ അധർമ്മമോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന്. ഒരു മൺതരി
വലിയ മലകളെപ്പോലെ ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. എന്നിട്ട് മൂപ്പര ചോദ്യം ഒരു മൺതരി. ഒന്ന് കേട്ടു നോക്കി. 03. ഒരു മൺതരിയെങ്കിലും, ഒരു മൺതരി വലിപ്പത്തിലുള്ള ശിർക്കോ കുഫറോ അന്ധവിശ്വാസമോ അധർമ്മമോ നിങ്ങളൊന്ന് കാണിച്ചു തരും. കേട്ടില്ലേ? വിസ്ഡം ടീമിന്റെ അടുത്തേ ഒരു മൺതരി വലുപ്പത്തിലുള്ള ശിർക്കോ കുഫറോ അന്ധവിശ്വാസമോ പിന്നെ അധർമ്മമോ ഒന്ന് കാണിച്ചു തരും. ഇതിലും വലിയ അധർമ്മം ഏതാ കുട്ടിയെ? ഇന്ന ശിർക ലളുൽമുൻ അളീം. ഇന്ന ശിർക ലളുൽമുൻ അളീം. ആയത്തറിയാഞ്ഞിട്ടല്ലല്ലോ നിങ്ങള്. അതല്ല മാലിക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഓതി ഓതി ഒത്താനായോ? ഇനി ആരാളുള്ളത്? ഫൈസലിന് പകരം വന്ന കാര മൂസ സലാഹി ഉണ്ട്. കാര മൂസ മൗലവി എന്ന് പറയാം. കാരണം ഈ സ്വലാഹിയത്തൊന്നും അവിടെ കാണുന്നില്ല, ഫസാദിയത്തേ ഉള്ളൂ. അതുകൊണ്ട് കാര മൂസ മൗലവി. ഇനി ആരാ കാര മൂസ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വലത്ത് ഫൈസലിന്റെ വലത്ത് വെച്ച് കെട്ടാൻ പറ്റിയ ആൾ തന്നെയാണ്. അഥവാ ഫൈസൽ സമൂഹത്തെ ഏതിലേക്കാണോ ക്ഷണിക്കുന്നത് അതിലേക്ക് എന്നെ ക്ഷണിക്കുന്ന ആളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അയാൾ പറഞ്ഞെന്തായാലും നിങ്ങൾ ഇസ്തിയാനത്തും ബിൽ ജിന്ന് അഥവാ ജിന്നുകളോടുള്ള സഹായത്തേട്ടം നിരുപാധിക മുത്തലക്കൻ ശിർക്കല്ല എന്നാണ് ഇജ്മാഅത്ര. മുസ്ലിം സമൂഹത്തിൽ ഇജ്മാ ഉണ്ട്. എന്തിന്? ജിന്നെ കാക്കണേ, ജിന്നെ രക്ഷിക്കണേ എന്ന് ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ലാന്ന്. അതിന് ഇജ്മാ ഉണ്ട് അത്ര. കേട്ടു കേട്ടങ്ങൾ. ഓരോ കാലഘട്ടത്തിലും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഒരു പ്രശ്നത്തിൽ തെളിവുകൾ മുന്നിൽ വെച്ച് ഏകോപിക്കുക, അതിനാ ഇജ്മാ എന്ന് പറയാം. ആ ഇജ്മാ പ്രകാരമുള്ള വിധിയാണ് ഇസ്തിയാനത്തും ബിൽ ജിന്ന്, ജിന്നുകളോട് സഹായം ചോദിക്കുക എന്നത്. അത് എന്താണ്? മുത്തലഖൻ ശിർക്കല്ല, നിരുപാധികം ശിർക്കല്ല. കേട്ടോക്കിയ. അപ്പൊ മുത്തലഖൻ എന്തല്ല? ശിർക്കല്ല. അപ്പൊ ജിന്നുകളോട് സഹായം ചോദിക്കുക എന്നുള്ള പണി ആരാ ചെയ്തത്? മക്കയിലെ മുശ്രിക്കുകളാ ചെയ്തത്. വന്നഹു കാന റിജാലുൻ മിനൽ ജിന്നി ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിൻ. ആ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത എന്തല്ല? മുത്തലഖൻ ശിർക്കല്ല. എന്താ വേണ്ടത്? അപ്പൊ ഫൈസലിന്റെ അപ്പുറത്ത് വെച്ച് കെട്ടാൻ പറ്റിയ ആൾ തന്നെയാണ്. അപ്പൊ ഈ മൂസ മൗലവിയെയും നിങ്ങൾ തിരിച്ചറിഞ്ഞോളി. വിസ്ഡത്തിന്റെ സഹോദരന്മാരോട് നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടരുത് എന്നതുകൊണ്ട് ഉപദേശിക്കുകയാണ്. സൂറത്ത് ഫാത്തിറിലെ വചനം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അല്ലേ? 13-ാമത്തെ വചനത്തിൽ ആരാണ് അള്ളാഹ് എന്ന് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് റബ്ബ് അല്ലേ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറഞ്ഞു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പറഞ്ഞു, രാവും പകലും മാറി വരുന്നതിനെ കുറിച്ച് പറഞ്ഞു, കടലും പുഴയും പറഞ്ഞു, അതിൽ നിന്ന് ലഭ്യമാകുന്ന ലഹ്മൻ തരിയ ഫ്രഷ് മാംസത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പലതിനെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ ചെയ്തു തരുന്നവൻ ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണു നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ എന്ന് പറഞ്ഞു. ലഹുൽ മുൽക്ക്, അവനാണു സർവാധിപതി. ലഹുൽ മുൽക്ക്. എന്നിട്ട് എന്താ അല്ലാഹ് പറഞ്ഞത്? വല്ലദീന തദ്ഊന മിൻ ദൂനി, ആ റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കുരുവിന്റെ പാട പോലും എന്ത് ചെയ്യുന്നില്ല, അവർ ഉടമപ്പെടുത്തുന്നില്ല. എത്ര കൃത്യമാണ് ആയത്താണ് കാര മൂസ മൗലവി. ഈ മൂസ മൗലവിന്റെ ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ പരലോകം നഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. നോക്കൂ, ഇനി ഇത് പരമാവധി നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാല് കേൾക്കണ്ട, ഷെയ്ത്താനാണ്ട് മണ്ടടാ, ഓല ഹദീസ് നിഷേധിക്കണം, ഓല എന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും ഇജ്ജ് കേൾക്കണ്ടെന്ന്. എന്നാ ബാലുശ്ശേരി മുജാഹിദ് പറഞ്ഞു കൊടുത്തുന്നത് ഈ ആയത്തിന്റെ പരിധിയിൽ ആര് പെടും? ജിന്ന് പെടുന്നു. ബാലുശ്ശേരി മുജാഹിദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാ അതെന്നെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? അവൻ കേട്ടിട്ടില്ല. ബാലുശ്ശേരി പറഞ്ഞു ഒന്ന് കേട്ടോ കേട്ടെ. അല്ലാഹ് പറയാൻ. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ചെയ്ത ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഇവിടെ എന്താ പറഞ്ഞത്? അവരോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയാകുന്ന ശിർക്ക് അത് അവർ നിഷേധിക്കും. ആര്? അതാരാണ്? ഔലിയാക്കൾ. ഖുർത്തുബി, തഫ്സീർ ഖുർത്തുബിയിൽ പറയാൻ അംബിയായി വൽ ഔലിയായി വശൈല്, അംബിയാക്കളെ പെടും, ഔലിയാക്കളെ പെടും. ബിംബം വരും, ജിന്നുകൾ വരും.
എല്ലാരും പെടും. കേട്ടല്ലോ, ബിംബം വരും, ജിന്നും വരും. മുത്തലക്കൻ ഷിർക്കാണ്. ജിന്നിനോട് സഹായം തേടിയാൽ അത് മുത്തലക്കൻ ഷിർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഈ സാധു സമൂഹത്തെ പഠിപ്പിക്കണം എന്താ? മുസ്ലിം സമൂഹത്തിന്റെ ഇജ്മാ ഉണ്ട് അത്ര. എന്നാ ആ ഇജ്മാ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ തർക്കടില്ലായിരുന്നു.